താഴ്വാരം മേലാകെ തേടുകയായി മൗനം. അപ്പോഴാണ് പെട്ടെന്ന് വിനീതേട്ടൻ നോബിളേട്ടനും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന നിമിഷം ഒട്ടും ബെയറബിൾ ആയിരുന്നില്ല. ഹിഷാമ എൻ്റെ അടുത്ത സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒറ്റ കരച്ചിലായിരുന്നു. അപ്പം അങ്ങനെ ഈ നാട്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമായി എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പം കയ്യിൽ നിന്ന് വല്ലാണ്ടങ്ങ് ഇമോഷണലായി പോയി. ഒന്നവാൻ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിത ദർശന. മുഖം കഴുകിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഐ വാസ് പ്രിപ്പയർഡ്. അത് ഞാൻ വിനീതേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ചെയ്ത 9-10 പടങ്ങൾ വാസ് മൈ പ്രിപ്പറേഷൻ ഫോർ ഹൃദയം. വൈഫും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആവുള്ളൂ. അവൾക്കറിയാം നമ്മൾ ഒരുമിച്ചാണ് ഈ സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്. ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട്, നോവിൽ പൂത്ത പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ. വിനീതേട്ടനാണ് ഫസ്റ്റ് ആ ഡ്രംസ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ ഒരു ഇതൊക്കെ വരുന്നതൊക്കെ മറ്റേതോ ഒരു സ്ഥലത്തിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. വൈഫ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവരായിട്ടാണ്. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ. നമ്മുടെ ലൈഫിലെ ഫീലിങ്സും ഇമോഷൻസും നമ്മൾ ആ എനർജി നമ്മൾ സോങ്ങിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡൈവേർഷനിൽ നിന്നാണ് ആ സോങ് ഒക്കെ ഉണ്ടായത്. ആ സോങ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു നജീബിൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അസിസ്റ്റൻസിൻ്റെ ഫ്രണ്ടിലോ വൈഫിൻ്റെ ഫ്രണ്ടിലോ എനിക്കിരുന്ന് സന്തോഷത്തോടെ കരഞ്ഞാൽ അവർ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാനത് ഒറ്റയ്ക്കാണ് അതൊക്കെ എക്സ്പ്രസ് ചെയ്യുക. ഹിഷാം അബ്ദുൾ വഹാബാണ് നമുക്കൊപ്പുള്ളത്. ഹായ് ഹിഷാം. ഹായ്, നമസ്കാരം. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷത്തിലെ ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട് അമൃത് രാംനാഥാണ് ചെയ്തിരിക്കുന്നത്. വിശാഖ് സുഗുണൻ്റെ വരികളാണ്. അതിൽ ആദ്യത്തെ പ്രാവശ്യം പാടിയിരിക്കുന്നത്, സെക്കൻഡ് പാടിയിരിക്കുന്നതും തേർഡ് പാടിയിരിക്കുന്നത് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. അത് ശരിക്കും അമൃത് ട്രാക്ക് എനിക്ക് അയച്ചു തന്നു. വിനീതേട്ടനും അമൃത്തും ട്രാക്ക് അയച്ചു തന്നപ്പം അങ്ങനെ ഒരു ഡിഫറൻസിൽ പാടണം എന്നുള്ളത് പറഞ്ഞില്ല. ട്രാക്ക് ഇങ്ങനെ അയച്ചു തന്നു. പാടുന്ന സമയത്താണ് അമൃത് പറഞ്ഞത് ഇത് ഈ ചരണം പോർഷൻ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഫ്രേസ് ആയിരിക്കും. ഫിലിമിലും അങ്ങനെ തന്നെയാണല്ലോ വരുന്നത്. അപ്പം 2 രീതിയിലാണ് അത് പാടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കുറച്ചൊരു അഗ്രസീവ് നേച്ചറിലും സെക്കൻഡ് ടൈം പാടുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും എന്നാൽ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു രീതിയിലാണ് അത് പാടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം വരുമ്പോൾ ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട്, നോവിൽ പൂത്ത പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ, വർഷം തന്ന ഹർഷം കണ്ട് വേനൽ തുമ്പി പാടുന്നുണ്ടേ, കാലം നല്ല കാലം പട്ട് നൂലാവുന്നുണ്ടേ. ഇത് ഈ നാച്ചുറൽ. പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ വരുമ്പം പിന്നെ ഞാനാളുന്ന തീയിൽ നിന്ന് നീഹാരങ്ങൾ പെയ്യുന്നുണ്ട്, നോവിൽ പൂത്ത പൂവിൽ നിന്ന് തേനൂറുന്നുണ്ടേ. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് രീതിയിൽ. പക്ഷെ അത് പാടി വരുമ്പോഴാണ് ആ പാട്ടിൻ്റെ ഒരു എവല്യൂഷൻ അറിയുന്നത്. ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സോങ്ങായി മാറുന്നത്. ഈ വർഷങ്ങൾക്ക് ശേഷത്തിൽ ഹിഷാമിനെ ചിത്രീകരിച്ച് കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല ആ സിനിമയിൽ ഹിഷാം ഉണ്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും ഷാൻ റഹ്മാനും ഹിഷാമും ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങൾ രണ്ടുപേരും ആ സിനിമയുടെ പാർട്ടായി. അപ്പം വിനീതിൻ്റെ ഒരു കൂട്ടമുണ്ട്, ആ സൗഹൃദ കൂട്ടമുണ്ട്. ആ കൂട്ടത്തിനുള്ളിലേക്ക് ഹിഷാമിനെയും പരിഗണിച്ചല്ലോ എന്നാലോചിച്ച ഒരു പ്രൗഡ് തോന്നിയ ഒരു സംഗതിയാണ്. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ മ്യൂസീഷ്യൻസ് നമുക്ക് പറയാനുള്ളത് നമുക്ക് സംഗീതത്തിലൂടെ മാത്രമേ പറഞ്ഞ് അറിയിക്കാൻ പറ്റുള്ളൂ. അൺലെസ് ഒരാൾ ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ അല്ലെങ്കിൽ സെൽഫായിട്ട് ആ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുമ്പോൾ മാത്രമേ നമ്മൾ മ്യൂസീഷ്യൻ ആണെന്നും നമുക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലോകം അറിയുള്ളൂ. അപ്പം അതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് വിനീതേട്ടനാണ്. അപ്പോൾ വിനീതേട്ടൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഹൃദയത്തിലൂടെ തരുന്നതും അതിനുശേഷം ഉണ്ടാവുന്ന നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും വീണ്ടും തിരിച്ചൊരു ഫുൾ സർക്കിൾ പോലെ ആ സിനിമയിൽ അത്രയും നിർണായകമായ പോയിന്റിൽ ആ ഒരു പാട്ടിൽ വിഷ്വലിൽ എന്നെ കൊണ്ടുവരികയും അപ്പൂൻ്റെയും എല്ലാവരുടെയും കൂടെ ആ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നതും അത് മ്യൂസിക് ചെയ്യുന്നത് അമൃത്തും അതിൽ ഷാനിക്ക അഭിനയിക്കും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഗോഡ്സ് ടച്ച് അതിലുണ്ട്. രജനി ചേട്ടൻ പറഞ്ഞ പോലെ
വിനീതേട്ടൻ്റെ ഒരു സർക്കിൾ എന്ന് പറയുന്നത് വിനീതേട്ടൻ ഭയങ്കരമായിട്ട് ബ്ലെസ്ഡ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ ആ സർക്കിളിൽ വിനീതേട്ടൻ എന്നെ ആലോചിച്ചതിൽ ഒരുപാട് സന്തോഷം. ആ ഒരു പോയിന്റിൽ വിനീതേട്ടൻ തന്നെയാണ് എന്നെ വിളിക്കുന്നത്. അതൊരു 2 മാസം ആ സമയത്ത് ഹായ്നാൻ്റെ വർക്ക് നടക്കാനും ഹൈദരാബാദിൽ. ആ സമയത്ത് വിളിച്ച് ഈ ഡേറ്റ് ഞാൻ മാറ്റി അങ്ങ് വെച്ചു. ഈ ഡേറ്റിന് എന്തായാലും ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോയിട്ട് അഭിനയിച്ചത്. അത് കണ്ടപ്പോൾ സന്തോഷമുണ്ടായി. അതേ പറ്റിയിട്ട് ചിലത് ചോദിക്കാനുണ്ട്, അത് പിന്നെ ചോദിക്കാം. അതിനു മുമ്പ് ശരിക്കും ഹിഷാമിനെ ഞാൻ നേരിട്ട് കാണുന്നത് ഹൃദയത്തിലായിരുന്നു. ആ ഹൃദയത്തിൻ്റെ ഒരു പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ആ ഹൃദയത്തിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നിൽപ്പുണ്ടായിരുന്നു. ആ സെൽവ ആയിട്ട് അഭിനയിച്ച കലേഷ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട്. ഹിഷാമിനെ അന്ന് കാണുന്ന സമയത്ത് നമ്മളെല്ലാം ഒരു ഹാപ്പിനെസ് മൂഡിലായിരുന്നു. ആ പടം കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവറിൽ പരസ്പരം കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഹാങ് ഓവറിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഇപ്പോഴും ആ മൊമെൻറ്റ്സ് മറന്നിട്ടില്ല. ഒരുപക്ഷെ ഹിഷാമിൻ്റെയും ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഹൃദയം മൂവിയാണ്. അതിലിപ്പോൾ ഒന്നാകാൻ ഞാൻ എന്നെ എന്ന് തുടങ്ങുന്ന സമയത്ത് ഒന്നാകാൻ എന്ന് തുടങ്ങുമ്പോൾ അടുത്ത് നമ്മൾ എന്തൊക്കെയോ പ്രതീക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പിന്നീട് വരാൻ പോകുന്ന ഒരു സംഗതിയുണ്ട് ഇതിനകത്ത്. ഹൃദയം എന്ന് പറഞ്ഞ മൂവി എങ്ങനെയാണ് ഹിഷാമിൻ്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് ആയതെന്ന് പറയാം. ഞാൻ അതിന് ഹൃദയത്തിന് മുമ്പ് ചെയ്ത കുറച്ച് സിനിമകൾക്ക് മ്യൂസിക് ചെയ്തപ്പോൾ വിനീതേട്ടൻ 1-2 സോങ്സ് പാടിയിട്ടുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ ഒരു ബന്ധം അങ്ങനെ പതുക്കെ ഒരു സൗഹൃദ ബന്ധം അങ്ങനെ പതുക്കെ ഇവോൾവ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഷാനിക്കാക്ക് വേണ്ടി തിര സിനിമയിൽ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഷാനിക്കാനെയും കാണുന്നത്, വിനീതേട്ടനെയും കാണുന്നത്. അന്ന് തിര ഷൂട്ടിന് വിനീതേട്ടൻ ചെന്നൈയിൽ വന്ന് വോയിസ് എടുക്കുന്ന സമയത്ത് വന്ന് അങ്ങനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ നമ്മുടെ റിലേഷൻ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു സൂഫി ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗുരുവായ സാമി യൂസഫ് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് മ്യൂസീഷ്യനാണ്. പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ആൽബം കഥം പഠ എന്നാണ് ആൽബത്തിൻ്റെ പേര്. അപ്പോൾ അത് 2015 റിലീസാവുകയും ആ ആൽബത്തിലെ പാട്ടുകൾ വിനീതേട്ടനെ എപ്പോഴും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു. ഹൃദയത്തിന് മുമ്പും നമ്മൾ സംസാരിക്കുമ്പോൾ. പിന്നെയാണ് ആ ഹൃദയം സംഭവിക്കുന്നത് തൊട്ട് മുന്നാലെ വിനീതേട്ടൻ പറഞ്ഞ് ഹിഷാം നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യണം. ഈ പ്രീവിയസ് ഇൻ്റർവ്യൂവിൽ വിനീതേട്ടൻ പറഞ്ഞ പോലെ നോബിളേട്ടൻ്റെ ഫ്ലാറ്റിൽ അങ്ങനെ വിളിച്ച് ഞാൻ വരികയും അന്ന് ആ ഒരു നിമിഷത്തിന് മുമ്പ് ഒരിക്കലും അങ്ങനത്തെ ഒരു സൂചന വിനീതേട്ടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ഒരു സിനിമയിൽ സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴും ഞാൻ സംവിധായകരോട് അവസരം ചോദിക്കുമ്പം ഡയറക്ടേഴ്സ് എല്ലാവരും പറയും പക്ഷെ നമുക്ക് നോക്കാം, നമുക്ക് അങ്ങനെ പറയുമല്ലോ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കഥ ആലോചിക്കുന്നുണ്ട്, ഈ പറ്റുന്ന ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു അങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ വിനീത് പറയുന്ന മൊമെന്റ് ഉണ്ട്. വിനീത് പറയാൻ വേണ്ടിയിട്ട് ചില ചിട്ടവട്ടങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ കാര്യം, വിനീത് പറഞ്ഞതിന് ശേഷം വിനീതിന് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഷാൻ റഹ്മാനുമായിട്ട് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷാൻ്റെ ഒരു കൂട്ടിൽ നിന്ന് മാറുകയാണെന്നുള്ളത് ഷാനോട് എങ്ങനെ പറയണം. വിനീതിൻ്റെ ഒരു സ്വഭാവം അറിയാലോ, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹമില്ല, ഇതെങ്ങനെയാ സോഫ്റ്റായിട്ട് അവതരിപ്പിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഹിഷാമിനോട് അത് പറയുമ്പോഴും ഈ പറയുന്ന ഷാൻ റഹ്മാനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വേണം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുന്ന പോയിന്റാണ്, വലിയ ബുദ്ധിമുട്ടുള്ള പോയിന്റാണ്. അപ്പോൾ ഹിഷാമിന് അങ്ങനെ ഒരു സാധനം തരണമെന്ന് വിനീതിന് തോന്നി. അത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് എന്തോ ഒരു സംസാരത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹിഷാം ഇങ്ങനെ ഷാൻക്കായിട്ടായിരിക്കുമല്ലോ എല്ലാ പടങ്ങളും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരിക്കലും വേറെ ഒരു കോമ്പിനേഷനിൽ അവരുടെ ഒരു പ്രോജക്റ്റ് വന്നിട്ടില്ലല്ലോ. പിന്നെ മാത്രമല്ല ഞാൻ മലയാളത്തിൽ ഇന്ന് വരെയും ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ള ഷാനിക്കാനാണ്. മിക്ക പ്രോജക്ട്സിലും ഞാൻ കോറസിലോ എന്തെങ്കിലും ഒരു വർക്കിന് ഞാൻ ഷാനിക്കാൻ്റെ വർക്കിലിട്ടു. അപ്പം നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെ വിനീതനോട് ഞാൻ പറഞ്ഞ് വേറെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ, കാരണം ഇന്നും സിനിമകളിൽ നമുക്കൊരു അവസരം കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയിൽ ഭാഗമാകുമെന്ന് വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ കോമ്പറ്റീറ്റീവ്ലി ടഫായിട്ടുള്ള ഒരു സ്പേസാണ് ഇപ്പോൾ. സിനിമകൾ മാറുന്നു, കഥകൾ മാറുന്നു, ഒരുപാട് ടെക്നീഷ്യന്മാരുണ്ട്. ആ ഒരു സന്ദർഭത്തിലാണ് വിനീതേട്ടനോട് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ അതിങ്ങനെ ആവുന്നിട്ടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താ ശരിക്കും തോന്നിയത് മനസ്സിനകത്ത് ആ മൊമെന്റ്? അത് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ആക്ച്വലി ഒന്നും അത് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അങ്ങനത്തെ ഒരു വിനീതേട്ടൻ അതാണ് പറയാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പം നമ്മൾ സാറിന് ഒരു മീറ്റിംഗിന് ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുമല്ലോ ഇതായിരിക്കും ചിലപ്പം. പക്ഷെ അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല. കാരണം ലൈഫിൽ ആ ഒരു മൊമെന്റ് വരെ, അന്ന് ആ മീറ്റിങ്ങിന് മുമ്പ് വരെ ലൈഫിൽ ഞാനും ഐഷയും ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമായിരുന്നു. അപ്പം ഒരു പ്രോജക്റ്റ് കിട്ടുന്നതിലൂടെ നമ്മുടെ ലൈഫ് മാറുന്നതുള്ള ഒരു സ്വപ്നം അതുവരെയും നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. ഞാൻ 2018-2019 ഞാൻ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് മ്യൂസിക് തെറാപ്പി എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ ഫാമിലിയിൽ 2 പേര് അങ്ങനെ സുഖമില്ലാത്തവരുണ്ട്. അങ്ങനെ അവരെ കണ്ട് ഞാൻ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി.
പിന്നെ അതിനുശേഷം ഞാൻ സോഫ്റ്റ്വെയറിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതൊക്കെ വളരെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലൈഫ് മുന്നോട്ട് പോകാൻ തുടങ്ങിയത്. ഞാനും വൈഫും നമ്മൾ ചെറിയൊരു അപ്പാർട്ട്മെന്റിലായിരുന്നു. 2 റൂമുണ്ട്. അതിലൊരു റൂമിൽ ഞാൻ കമ്പോസ് ചെയ്യും, ഒരു റൂമിൽ നമ്മൾ ഉറങ്ങും. അതിൻ്റെ ചെറിയ സ്പേസ് ആണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാണ് മാറിയത്. അപ്പം ഇന്നിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ് ഒക്കെ എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. അന്ന് അവരൊക്കെ അപ്പാർട്ട്മെന്റിൽ വന്ന് ഞാൻ ക്ലാസ് എടുക്കും, കമ്പോസ് ചെയ്യും, അങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പേസിലൂടെ കടന്നു പോകുമ്പോൾ പല ദർഗകളിലും പോയി നമ്മൾ പ്രാർത്ഥിക്കും. ഇപ്പം ഐഷാവിൻ്റെ വീട് കാസർഗോഡാണ്. അപ്പോൾ അവിടെ മാലിക് ദിനാർ മസ്ജിദ് ഉണ്ട്, ഭയങ്കര വിശ്വാസമുള്ള. അപ്പോൾ അവിടെ പോയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അവിടെ നിൽക്കുന്ന സമയത്താണ് വിനീതേട്ടൻ എനിക്ക് മെസ്സേജ് അയക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഒന്ന് കാണണം, ഇങ്ങനെ ഒന്ന് കാണണം, ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഞാൻ ഓർത്ത് വേറെ ഏതെങ്കിലും പ്രോജക്റ്റിൻ്റെ ആയിരിക്കും എന്ന് ഞാനിങ്ങനെ ഐഷാനോട് സംസാരിക്കുന്നുണ്ട്. അപ്പം വൈഫും ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് ആവുള്ളൂ. അവൾക്കറിയാം നമ്മൾ ഒരുമിച്ചാണ് ഈ സ്ട്രഗിൾസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്. പടങ്ങൾ വരുന്നതും നമ്മൾ ഡെമോസ് ചെയ്യുന്നതും പല സിനിമകളിലും നമ്മൾ മാറുന്നതും വേറെ മ്യൂസിക് ഡയറക്ടർ വരുന്നതും ഇപ്പോഴും അത് സംഭവിക്കാറുണ്ട്. അപ്പം നമുക്ക് വളരെ നമുക്കറിയാവുന്ന പ്രോസസ്സാണ് ഇതൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് വിനീതേട്ടൻ നോബിളേട്ടനും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് പറയുന്നത്. അപ്പോൾ ആ പറയുന്ന നിമിഷം ഒട്ടും ബെയറബിൾ ആയിരുന്നില്ല എനിക്ക്. ഞാൻ ഇവിടെ ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറിനെ അസിസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഞാൻ സൗദിയിലാണ് പഠിച്ചതൊക്കെ അവിടെയാണ്. ഓഡിയോ കാസറ്റുകളിലൂടെ ഉള്ള ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എനിക്ക് മ്യൂസിക്കിനോട്. അതിൽ നിന്നുമാണ് ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ട് മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന് പറഞ്ഞ് വന്നത്. അപ്പം അങ്ങനെ ഈ നാട്ടിൽ വന്ന് ഇങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമായി എന്നുള്ള തിരിച്ചറിവുണ്ടായപ്പം കയ്യിൽ നിന്ന് വല്ലാണ്ടങ്ങ് ഇമോഷണലായിപ്പോയി. അപ്പോൾ പക്ഷേ ഞാൻ അതിനുശേഷം ബാത്റൂമിൽ പോയിട്ട് മുഖം കഴുകിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഐ വാസ് പ്രിപ്പയർഡ്. അത് ഞാൻ വിനീതേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ചെയ്ത 9-10 പടങ്ങൾ വാസ് മൈ പ്രിപ്പറേഷൻ ഫോർ ഹൃദയം. അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ആ കോൺഫിഡൻസിൽ നിന്നാണ് പിന്നെ അങ്ങോട്ട് ബാക്കിയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കൈതപ്രം തിരുമേനി സാറ് വരുന്നതും ഫസ്റ്റ് വിനീതൻ എന്നോട് അതാ ചോദിച്ചത്, ഹിഷാമിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ആദ്യം വേറെ ആരെങ്കിലും നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക്. ഞാൻ ആദ്യം പറയാം എനിക്ക് തിരുമേനി വേണം. എനിക്ക് തിരുമേനിനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഓഡിയോ കാസറ്റുകളിലൂടെയുള്ള പ്രണയം, സംഗീതത്തോടുള്ള പ്രണയം, ആ പ്രണയത്തിൽ നിന്നാണ് അവരെയൊക്കെ കാണണം എന്നുള്ള ആഗ്രഹം വന്നതും പിന്നീടാണ് അതൊരു കോമ്പിനേഷനായി മാറിയത്. നിന്നെ ഞാൻ കണ്ടെന്നേ മേഘം പൂക്കൾ പെയ്യുന്നേ ഒന്നാവാൻ ഞാനെന്നേ നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിത ദർശന സർവം സദാ നിൻ സൗരഭം ദർശന എൻ ജീവന സായുജ്യം ദർശന സ്നേഹാമൃതം എന്നിലേക്കു ദർശന. ഈ കൈതപ്പുറം സാർ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു തരത്തിൽ ലിഫ്റ്റ് ചെയ്യപ്പെട്ടു പാട്ടുകൾ. ഈ തോഴ എന്ന് പറയുന്ന സോങ്ങിനെ കുറിച്ച് വിനീത് പറയുന്ന സമയത്ത് ആ ഒരു ഇൻസ്പയറിങ് എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാർ എടുത്തൊരു എഫർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹിഷാം അതിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ പെരുമ്പറ അടിച്ച് കയറുന്ന രീതിയിലാണ് ഒരു മ്യൂസിക് ചെയ്തേക്കുന്നത്. ഒരു ഇൻസ്പയറിങ് സ്റ്റോറിക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ പീക്കാണ് ആ അടി എന്ന് പറയുന്നത്. അത് തന്നെ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത്രയും ഹൈ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം, ആ ഒരു റിതം മതി എന്നൊക്കെ തീരുമാനിക്കുന്നത് എപ്പോഴായിരുന്നു? ആക്ച്വലി ഒരു കളക്റ്റീവ് കോമ്പിനേഷനാണ്. ഇപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ ആ സോങ്ങിൻ്റെ ഇൻസ്പിറേഷൻ അതിൻ്റെ ഋതുവാണ്. അപ്പോൾ നമ്മൾ വിനീതേട്ടൻ ഈ സ്റ്റോറി പറയുമ്പോഴും ഇവർ ഈ ട്യൂഷൻ സെൻറ്ററിൽ പഠിപ്പിക്കാൻ പിള്ളേർ വരുന്നു, സെൽവാൻ്റെ ഒപ്പം ഇവരെല്ലാവരും വരുന്നു എന്ന് പറയുമ്പം വിനീതേട്ടനാണ് ഫസ്റ്റ് ആ ഡ്രംസ്, പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ ഒരു ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ് ഈ ഡ്രംസ് വായിക്കും. ആൾക്കാരത് കേട്ട് വരുന്ന ഫീല് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെയാണ് അവിടുന്ന് ആ സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകൾ, ഇപ്പോൾ അതിനുശേഷം ഖുഷി, ഹായ്നാന, ഈ പാട്ടുകളിലൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഫേസും നമ്മുടെ സിനിമയിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഒന്നാവുന്ന ഫേസ് ഉണ്ട്. രണ്ടും ഒന്നാവും. അതായത് നമ്മുടെ ജീവിത പോരാട്ടവും നമ്മൾ ചെയ്യുന്ന സിനിമയും, ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് ആക്ച്വലി നമ്മളല്ലാണ്ട് നമ്മൾ മ്യൂസിക് ഉണ്ടാക്കുന്ന ഒരു ഫേസ് വരും. അങ്ങനെയാണ് ഹൃദയത്തിലെ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം പാതി വഴിയിൽ നമ്മൾ മറക്കും.
മിന്നൽക്കോടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചിട്ടില്ല. അവിടുന്ന് ചേച്ചി ഹമ്മിങ് ഇതൊക്കെ വരുന്നതൊക്കെ മറ്റേതോ ഒരു സ്ഥലത്തിൽ നിന്നുമാണ് വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ ആലോചിച്ച് ഡെഫിനറ്റ്ലി ടെക്നിക്കലി നമ്മൾ നോട്ട്സ് ഒക്കെ നോക്കുമെങ്കിലും അതിൻ്റെ എവല്യൂഷൻ ഒറിജിനൊക്കെ വരുന്നത് വേറെ മറ്റേതോ ഒരു ലോകത്തിൽ നിന്നും വരുന്നതാണ്. അത് സംഭവിക്കാൻ ഉള്ള പ്രാർത്ഥനയും അത് സംഭവിക്കാനുള്ള നമ്മുടെ പ്രയത്നമാണ് ഏറ്റവും പ്രധാനം. അപ്പോഴാണ് ഈ സോങ്ങും മ്യൂസിക്കും ഒക്കെ വരിക എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് ഇന്ന ഡേറ്റിന് വെക്കുന്നു, 15-ാം തീയതി വർക്ക് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് ഇന്ന പാട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന മൂഡിലുള്ള ഒരു പാട്ടുണ്ടെന്നൊക്കെ ആലോചിക്കും, പ്രിപ്പറേഷൻസ് വരും. പക്ഷെ എപ്പോഴാണ് ഈ ക്രിയേറ്റീവായിട്ട് സംഭവിക്കുന്നതെന്നോ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇത് നമ്മൾ അഴിച്ചു പണിയേണ്ടി വരും. അപ്പോൾ ഇത് നിരന്തരമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത് ഡെഫിനറ്റ്ലി അയാൾ ഇഷ്ടപ്പെടും എന്ന് കരുതുന്ന ചില സാധനങ്ങളുണ്ട്. അതൊരു പക്ഷേ ഈ ഹിഷാം പറഞ്ഞതുപോലെ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും നല്ല സ്പേസ് ആണ്. ഒഴുകി മനസ്സിലേക്ക് എത്തുക, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ വിരലുകളിൽ അത് കൃത്യമായിട്ട് വരിക, ഇല്ലെങ്കിൽ ഉച്ചരിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരിക, അത് തന്നെ വരിക. അതൊക്കെ ഭയങ്കര മാജിക്കലായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അത് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് വന്നു എന്നുള്ളൊരു ഫീൽ വരില്ലേ? അപ്പോൾ ഒരു ഹാപ്പിനെസ് കിട്ടില്ലേ? ആ മൊമെന്റ്സ് പറയുക പാട്ടുകളിലെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ സോങ് ഈ പാട്ട് ഇന്ന് ഇൻസ്റ്റയിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഈ സോങ് ഭയങ്കര വൈറലാണ്. നജീം അർഷാദാണ് ഇതിന്റെ മലയാള പതിപ്പ് പാടിയത്. ഇത് അടിക എന്ന് പറഞ്ഞാണ് കാർത്തിക് ഹൈനാനയിൽ പാടിയിട്ടുള്ളത്. ഈ സോങ് ആക്ച്വലി ആ സിനിമയിൽ വരേണ്ട പാട്ടല്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു സമയത്ത് ഞാൻ കമ്പോസ് ചെയ്ത സോങ് ആയിരുന്നു. അങ്ങനെ ഈ സോങ് എൻ്റെ ഡയറക്ടേഴ്സാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ്. വിനീതേട്ടൻ അല്ലെങ്കിൽ എൻ്റെ സംവിധായകനാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഞാൻ അവരായിട്ടാണ് ഏറ്റവും കൂടുതൽ, വൈഫ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവരായിട്ടാണ്. അപ്പം ഞാൻ ഹൈനാനൻ്റെ ഡയറക്ടർ ഷൗരിക്ക് ഞാൻ എപ്പോഴും ഒരു രാത്രി ഈ ട്രാക്ക് അയച്ചു കൊടുത്തു. ഈ ട്രാക്ക് റിജക്ട് ചെയ്ത മറ്റു പല ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പം ഷൗരി ഇത് കയ്യിൽ വെച്ചു. ഷൗരി പറഞ്ഞു ഭയങ്കര രസമുണ്ട് ഹിഷാം സർ, ബട്ട് ലെറ്റ് മീ സീ വാട്ട് വി ക്യാൻ ഡു. 1-2 ആഴ്ച ഞാൻ ഹൈദരാബാദിൽ പോയി ഇതിൻ്റെ ലാസ്റ്റ് കട്ട് കാണാനുണ്ട് ഈ ഹൈനാനൻ്റെ. ഇത് കാണുമ്പോൾ ഹോസ്പിറ്റൽ സീക്വൻസിൽ നാനി സാറും മൃണാളും ഈ സുഖമില്ല, കൊച്ചിന് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് പറയുന്ന സീനിൽ ഈ പാട്ട് വരിക. അപ്പം ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നമ്മളല്ലാതെ ആവുന്ന ഒരു സ്പേസിലേക്ക് ആ സിനിമയും പോയി, ഞാനും പോയി. അതിലാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഒരു വിഷമ ഘട്ടത്തിൽ ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആ എനർജി ഇപ്പം എന്നോട് ഇപ്പോഴും പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ആസ്പയറിങ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചോദിക്കും, ഷാം ചേട്ടാ എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ട്യൂൺ ചെയ്യുമ്പം ഇതാണ് നമ്മുടെ ട്യൂണെന്ന് എങ്ങനെ മനസ്സിലാവും? അത് മനസ്സിലാവാൻ ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ ലൈഫിലെ ഫീലിങ്സും ഇമോഷൻസും ആ എനർജി നമ്മൾ സോങ്ങിലേക്ക് ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഡൈവേർഷനിൽ നിന്നാണ് ആ സോങ് ഒക്കെ ഉണ്ടായത്. ആ സോങ് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു നജീമിൻ്റെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ സ്വീകരിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അവിടെയാണ് അതിന്റെ വിജയിരിക്കുന്നത്. ഈ താഴ്വാരം മേലാകെ ചുടുകയായി ആ പാട്ട് ഹിഷാമിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ആണ് നമുക്ക് മനസ്സിലാവുക ഈ ഹിഷാമിലെ ഒരു ഗായകന്റെ നമ്മളിലേക്ക് എത്താനുള്ള, എന്ന് വെച്ചാൽ ഒഴുകി ഇങ്ങനെ എത്തില്ലേ, നമ്മൾ ഒരു കസർത്തും ഇല്ലാതെ മ്യൂസിക്കിൻ്റെ നോട്ട്സൊക്കെ ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യാതെ എത്തുന്ന ചില ഇടങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എത്തും. ചില ഗസൽസൊക്കെ എത്തുന്ന സ്പേസിലേക്ക് ഹിഷാമിൻ്റെ വോയിസ് എത്തുന്നത്. ആ പാട്ട് തിര എന്ന് പറയുന്ന പാട്ട്, അതിലാണ് ശരിക്കും ഒരുപക്ഷെ ഈ ദർശനയ്ക്ക് മുൻപേ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഹിഷാം വന്ന് വീണ് ആ സ്പേസിലാണ് ഹിഷാമിന്റെ വോയിസ് കിടക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹിഷാമിന്റെ ഗായകൻ ഒരു മ്യൂസിക് ഡയറക്ടർ അപ്പുറത്തേക്ക് ആ പാട്ടൊന്ന് പാടുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. താഴ്വാരം മേലാകെ തെടുകയായി മൗനം, പാഴ്ത്താരം പാരാകെ തെടുകയായി മൂകം, ഇന്നീ നെഞ്ചകം നോവുമീ വിങ്ങലോ വേദന. ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കും. ചില സമയം നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുമ്പോൾ ചില പാട്ടുകൾ നമ്മളെ കരയിക്കില്ലേ, അതേപോലൊരു സാധനമാണ്. എന്തോ ഒരു വലിയ സ്റ്റോറി ഇതിനകത്ത് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന, അതായത് ആ മ്യൂസിക് തന്നെ
ലിറിക്സ് ഇല്ലാതെ തന്നെ ഒരു അർത്ഥത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ചില സമയമൊക്കെ ഇപ്പം ഹിഷാം പറഞ്ഞതുപോലെ മ്യൂസിക് ഡയറക്ടർ സംസാരിക്കുന്ന മ്യൂസിക്കിലൂടെയാണ്. അപ്പോൾ അയാളുടെ ഇമോഷൻസ് ചില സമയം ഹിഷാമെ അതിനെ ഫിലോസഫിക്കലി സമീപിക്കാറുണ്ട്. അതായത് ചില കഥകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്താണ് വെക്കുന്നത്. പിൽക്കാലഘട്ടത്തിൽ നമുക്ക് റീകളക്ട് ചെയ്യുമ്പോൾ ഈ കഥകളിലൂടെയാണ് നമ്മൾ ആ പാട്ടിൽ നിന്ന് റീകളക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഫിലോസഫി ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കണേ? അത് ഒരുപക്ഷെ നമുക്ക് ഈ മ്യൂസിക്കിലൂടെ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്നുണ്ടാണ്. എനിക്ക് തോന്നുന്നു, എനിക്കൊന്ന് എൻ്റെ ലൈഫിൽ ഒരുപാട് സുഹൃത്തുക്കളോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ സർക്കിൾ എന്ന് പറയുന്നത് ഈ സ്റ്റുഡിയോയാണ്. അപ്പം ഞാൻ പഠിച്ചതൊക്കെ എനിക്കൊരു കോളേജ് ലൈഫ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും ഐഷനോട് പറയാറുണ്ട്, ഐഷ കോളേജിലും പോയി ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ള വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ഒരു സർക്കിളില്ല. ഞാനിപ്പോൾ ദുബൈയിൽ SA എന്ന് പറഞ്ഞ കോളേജിൽ ഗ്രാജുവേഷൻ ചെയ്തു സൗണ്ട് എഞ്ചിനീയറിംഗിന്. ഞാൻ എപ്പോഴും സ്റ്റുഡിയോയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോജക്ട്സ് ചെയ്യുക, എക്സാംസ് തീർക്കുക എന്നുള്ള അത് മാത്രമേ എൻ്റെ മൈൻഡിലൂടെ എപ്പോഴും കടന്നു പോയിട്ട്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലൈഫ് കുറച്ചും കൂടെ ഇവോൾവിങ് ആയിട്ട് കാണുന്നതും സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് എപ്പോഴും ഐ വാസ് വർക്കിംഗ്. അതിനുശേഷം സാമി യൂസഫിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്പേസ് ഇതാണ്. അപ്പോൾ എൻ്റെ സംവാദം, എൻ്റെ കമ്മ്യൂണിക്കേഷൻ മൊത്തം ഞാൻ ചെയ്യുന്ന മ്യൂസിക്കും ഞാൻ ചെയ്യുന്ന വർക്കിനോടും മാത്രമാണ്. ഇത് വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള സംവാദങ്ങളും കമ്മ്യൂണിക്കേഷൻസും മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഇമോഷൻസ് കൺവേ ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ എനിക്കൊരു ഒരു ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ എംബോഡിമെന്റ്സ് ഒരിക്കലും എനിക്ക് ചുറ്റും ഉണ്ടായിട്ടില്ല. അപ്പം അതിനൊരു പക്ഷേ ഞാൻ തന്നെ കണ്ടെത്തിയ ഇൻവിസിബിൾ ആയിട്ടുള്ള മീഡിയംസ് ആയിരിക്കും ഈ ഫിലോസഫിക്കൽ എക്സ്പ്ലനേഷൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാനിപ്പം ചിലപ്പോൾ ഇപ്പോൾ 2 ദിവസം മുമ്പ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ, ഈ ലാസ്റ്റ് സിനിമ റിലീസിന് മുമ്പ് നമുക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ്സിലൂടെ ഒരു റീല് ലോക്ക് ചെയ്യുമ്പം ആ സംവിധായകൻ വളരെ ഹാപ്പി ആയിട്ട് കരയുന്ന നിമിഷങ്ങളും ഞാൻ നേരിട്ട് അനുഭവിക്കുന്നു. ഈ ഡയറക്ടർ ഭയങ്കര കരഞ്ഞ് നമ്മുടെ അടുത്ത് സന്തോഷപൂർവ്വം പറഞ്ഞു ഇവരൊരു യുദ്ധക്കളത്തിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം ഹാൻസ് സിമ്മർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഡയറക്ടർ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് പുള്ളി യുദ്ധം ചെയ്ത് ഡ്രസ്സും ഇതുമെല്ലാം കീറിയിട്ടാണ് സ്റ്റുഡിയോയിലോട്ട് വരുന്നത്. അവിടെ നിന്ന് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് നമ്മളൊരു ടീമായിട്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമങ്ങളും സന്തോഷമായിട്ടുള്ള കരച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എനിക്കത് ആരിനോടും അത് ഷെയർ ചെയ്യാൻ പറ്റില്ല. അസിസ്റ്റൻസിൻ്റെ ഫ്രണ്ടിലോ വൈഫിൻ്റെ ഫ്രണ്ടിലോ എനിക്കിരുന്ന് സന്തോഷത്തോടെ കരഞ്ഞാൽ അവർ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കും. അപ്പം ഞാനത് ഒറ്റയ്ക്കാണ് അതൊക്കെ എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ഡിവൈൻ സ്പേസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ഈശ്വരനായിട്ട് ഒരുപാട് അള്ളാഹുമായിട്ട് ഒരുപാട് അടുക്കാൻ പറ്റി. ഇങ്ങനെ ഒരുപാട് വർക്കുകൾ വരുമ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ റംസാൻ ടൈമിലാണെങ്കിലും ഒരുപാട് തിരിച്ചറിഞ്ഞു മ്യൂസിക്കിൻ്റെ പവർ എത്രത്തോളം ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഭയങ്കരമായിട്ട് ഉണ്ടായി ലൈഫിൽ. ഇതെൻ്റെ ഓരോ ആൾക്കാർക്ക് അവരവരുടെ സ്റ്റോറി ഉണ്ടാവും. ഐ തിങ്ക് മൈ സ്റ്റോറി ഇസ് ദിസ്. അതോടൊപ്പം ഒരു കാര്യം കൂടി ചോദിക്കാനുള്ള, ഈ ദിൽസെ ചെറുപ്പത്തിൽ കേൾക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് റഹ്മാനും അത്തരത്തിലുള്ളൊരു മെഡിറ്റേഷൻ ലെവലിലാണ് പലപ്പോഴും ഇതിനെ സമീപിക്കുന്നത്. ഒരുമാതിരിപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്, ഓരോ പെർസ്പെക്റ്റീവിലാണ് ഓരോരുത്തർ സംസാരിക്കുക. ഹിഷാമിന് ഇങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇതിൻ്റെ ഈ ഉള്ളിൽ പോയിട്ട് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മളൊരു ജോലിയും കൂടെ ചെയ്യുകയാണ്. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നലാണ് ഈ പറയുന്ന ഒരു തോട്ടിലുള്ളത്. പക്ഷേ ഈ ജോലിയാണ് നമ്മൾ പ്രഷറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളിത് കൂട്ടുപിടിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മളല്ലാതെ ആകുന്ന സമയത്ത് ക്രിയേറ്റിവിറ്റി സംഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ സ്പേസിൽ പക്ഷേ ഒരു ജോലി എന്നുള്ളത് വിട്ടുപോകാനും പാടില്ല. ഇതിൻ്റെ മൂഡ്, ഡയറക്ടർ പറഞ്ഞൊരു മൂഡ് ഉണ്ടാവും. ഇത് കൃത്യമായിട്ട് മൂഡാക്കി കിട്ടണമെങ്കിൽ നമ്മളൊരു മനുഷ്യനാണ്, നമുക്ക് കുറേ ഫീലിങ്സ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇതിലേക്ക് എത്തിക്കുന്ന ആ സംഗതി ഉണ്ടല്ലോ, എവിടെയെങ്കിലും ഇരിക്കണ്ടേ ഇല്ലെങ്കിൽ നിൽക്കണ്ടേ, എങ്ങനെയാണ് അത് സംഭവിക്കുക എന്നുള്ളതാണ്. എം ജയേന്ദ്രൻ സാർ ഉണ്ടല്ലോ, അപ്പം ഞാനൊരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എം ജയേന്ദ്രൻ സാറും ഔസേപ്പച്ചൻ സാറിന് മെസ്സേജ് അയക്കാം. നമ്മളെ എന്തെങ്കിലും സുഖമല്ലേ സാർ, ഓക്കെ അല്ലേ, എൻ്റെ മെസ്സേജ് ആണെങ്കിൽ ഇവര് ആരെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കും, എന്ത് പറ്റി ഷാമെ കണ്ടില്ലല്ലോ, ഒരു വിവരം ഇല്ലല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ എം ജയേന്ദ്രൻ സാറിനെ കാണാൻ പോയി. ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്ത് ഏതൊരു ഫിലിമിന് എനിക്ക് കമ്പോസിങ് ഭയങ്കര സ്ട്രഗിള്, ഡയറക്ടറിന് ഓക്കെ ആവുന്നില്ല, അപ്പോൾ അത് എല്ലാം സ്മൂത്തായി, പക്ഷേ ആ ഒരു ഇനിഷ്യൽ ഫേസ് ഭയങ്കര സ്ട്രഗിളിങ്. അങ്ങനെ എം ജയേന്ദ്രൻ സാറിനെ വെറുതെ ഒന്ന് കാണാൻ പോയി. ഞാൻ സാറിനെ കാണാൻ പോയപ്പോൾ സാർ എൻ്റെ അടുത്ത് ആകെ പറഞ്ഞൊരു കാര്യം, 10-30 വർഷമായിട്ട് അതിൻ്റെ ആൻസർ ഇപ്പോഴും സെർച്ചിങ്ങിലാണ് സാറും.
അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും പാസ് ചെയ്ത് പോകുന്ന ഒരു ഫേസാണ് അത് എപ്പോഴും. എല്ലാ സിനിമയിലും സിനിമയ്ക്ക് പുറത്തും ആവട്ടെ, ആ ഒരു ഫേസ് ഒരു ഭയങ്കര ഒരു ഫേസാണ്. ഇത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. ആൻഡ് അൾട്ടിമേറ്റ്ലി ഐ തിങ്ക് ഈ എക്സ്പ്രഷനാണ് മ്യൂസിക്. ഞാൻ ഈ ആദ്യം പറഞ്ഞത് നമ്മുടെ എക്സ്പ്രഷൻസ് അതാണ് ആക്ച്വലി ആ മ്യൂസിക്കിൽ വരുന്നത്. ഇപ്പോൾ ഹായിനായാലും ഓടിയമ്മ എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അതൊരു ഫാസ്റ്റ് നമ്പറാണ്. അതിനൊരു കുറേ ഡെമോസ് നമ്മൾ ചെയ്തു, ഒന്നും വർക്കാവുന്നില്ല. അവസാനം അതിൻ്റെ ഒരു സാധനമുണ്ട്. ഇത് ഞാൻ നിസ്കരിക്കാൻ ജുമാക്ക് പോകുന്ന സമയത്ത് ഒളിവ് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വെറുതെ വരിക, ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് നിസ്കരിക്കുന്ന അവിടെ കുത്തുബ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പെട്ടെന്ന് ഫോണിൽ പാടിയിട്ട് ശൗര്യക്ക് ഇത് അയച്ച് എന്നിട്ട് ഞാൻ നിസ്കരിക്കാൻ പോയി. ഞാൻ തിരിച്ചു വരുമ്പം സർ ദിസ് ഇസ് ലോക്ക്ഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംഭവിക്കുന്നു. ഇപ്പൊ ദർശനാന്റെ കാര്യത്തില് നമ്മൾ ചില പാട്ടൊക്കെ ദിവസങ്ങളെടുക്കും കമ്പോസ് ചെയ്ത് തീർക്കാൻ. ദർശന വെറും 20 മിനിറ്റിൽ ഉണ്ടായ ഒരു എൻറ്റിറ്റിയാണ്. ഒരു 20 മിനിറ്റിൽ ഞാൻ ചരണം ഫുള്ള് പാടുകയും ഒറ്റ സ്ട്രെച്ചിന് പാടിയിട്ട് വിനീതേട്ടൻ ഇത് ലോക്ക് എന്ന് പറയാണ്. ആ സമയത്ത് നമ്മൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല നമ്മൾ എന്തോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് കമ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ റിയലൈസേഷൻ ഉണ്ടാവുക. അവിടെയാണ് ആക്ച്വലി ആ പവർ. നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത് സോങ് ഉണ്ടാവുന്നുണ്ടെന്നുള്ള. അവിടെയാണ് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഹിഷാം ഇടയ്ക്ക് ദർശന സോങ്ങിൽ വന്നപ്പോൾ വീണ്ടും ഞാൻ ഹൃദയത്തിലേക്ക് എങ്ങനെയോ വഴിമാറിപ്പോയി. ഈ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടായിരുന്നു. അതിനകത്തൊരു 10-15 സോങ്ങാണുള്ളത്. അപ്പോൾ ചെയ്യാൻ കിട്ടിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാകരയായിരുന്നു എന്ന് പറയും പോലെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്മുടെ കഴിവ് കൃത്യമായി കാണിക്കാൻ പറ്റുന്ന പലതരം ജോണേഴ്സിലുള്ള സാധനങ്ങൾ അതിനകത്ത് പ്ലേസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് കഴിയുമ്പോൾ എന്തായാലും വിനീതിനെ ഇഷ്ടപ്പെടുന്നു, എല്ലാം ഒക്കെ പോപ്പുലർ ആവുന്നു. അതൊരു മ്യൂസിക്കൽ സ്റ്റോറി പറയുന്ന രീതിയിലേക്ക് ഹൃദയം ശ്രദ്ധിക്കപ്പെടുന്നില്ലേ? അപ്പോൾ തന്നത് പാലിച്ചു എന്ന് കഴിഞ്ഞിട്ട് വിനീതിൻ്റെ മുമ്പിൽ സിനിമ ആഫ്റ്റർ റിലീസ് പോയി നിൽക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു മൊമെൻ്റ് എന്തായിരുന്നു? ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ നിങ്ങൾ തമ്മിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിനീതും ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്, ഹിഷാമും ഭയങ്കര സോഫ്റ്റ് ആണ്. ഈ എളിമയുടെ കാരണം കൂടെ പറയണം കേട്ടോ. അത് നാച്ചുറലി ഞാൻ നേരത്തെ സംസാരിച്ചില്ലേ, ഒന്നുകിൽ ഞാൻ സംസാരിക്കുന്നതും അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമുള്ളവരും മിക്കപ്പോഴും സിൻസിയറായിട്ട് വളരെ ഹാർട്ട്ഫെൽറ്റായിട്ട് സിനിമയെ സമീപിക്കുന്ന ആളുകളായിട്ടായിരിക്കും ഒരു പക്ഷേ എൻ്റെ കൂട്ടും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള അതല്ലാതെ സിനിമയെ സെലിബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ സിനിമയിലൂടെ ലൈഫിനൊരു എന്താ പറയുക ഒരു മൾട്ടി വിഷൻ എന്ന രീതിയിൽ കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള സുഹൃത്തുക്കളൊന്നും എനിക്കില്ല. ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള സൗഹൃദങ്ങളാണ് എനിക്ക് കൂടുതലും ഉള്ളത്. അപ്പം വിനീതേട്ടനെ കണ്ടപ്പോൾ എനിക്ക് എപ്പോഴും വിനീതേട്ടനോട് മിണ്ടുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇനി നമുക്ക് ഫ്യൂച്ചറിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരെയും എക്സൈറ്റ് ചെയ്യിപ്പിച്ച മ്യൂസിക്, നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സോങ്, ഇതൊക്കെയാണ് നമ്മുടെ ഡിസ്കഷൻസ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് വിനീതേട്ടനോട് ഭയങ്കര ഇഷ്ടം തോന്നുകയും ഇങ്ങനെ സിമ്പിളായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കും. രണ്ടാമത്തെ ഭാഗം ക്വസ്റ്റ്യനിലെ രണ്ടാമത്തേത് ചാകരയാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു 15 സോങ്സ് വിനീതേട്ടൻ്റെ ഡിസിഷൻ ആയിരുന്നു. അത്രയും ഇപ്പം ഈ ഉണക്കമുന്തിരി പോലുള്ള പാട്ടൊക്കെ കോവിഡ് സമയത്ത് നമ്മുടെ സിനിമ ഒന്ന് ഹോൾട്ടായിരുന്നു, കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ ബാക്കിയാണ്. ഈ സിനിമയിലാണ് ആക്ച്വലി ഉണക്കമുന്തിരി സോങ് വരുന്നത്. അത് വിനീതേട്ടൻ ഒരു ദിവസം പുലർച്ചെ 4 മണിക്ക് വരികൾ അയച്ചു തരുന്നതും ജസ്റ്റ് ഒന്ന് മൂളിയിട്ട് വിനീതേട്ടൻ മനുഷ്യ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെയ്താലോ, അങ്ങനെയാണ് പെട്ടെന്ന് ഉണക്കമുന്തിരി അങ്ങനെ വരുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് വിനീതേട്ടനോടാണ് താങ്ക്സ് പറയേണ്ടത്. വിനീതേട്ടനാണ് അങ്ങനത്തെ ഒരു ഡിസിഷൻ. കാരണം അത്രയും പാട്ടുകൾ അടങ്ങിയിട്ടുള്ളൊരു സിനിമ എനിക്ക് തോന്നുന്നില്ല അത്രയും സോങ്സ് വിജയിക്കുകയും ആ പടം വിജയിക്കുകയും ആൾക്കാർ ഇത്രയും സോങ്സ് ഇല്ല എന്നുള്ള തിരിച്ചറിവോടെ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് വളരെ അതൊരു ഡയറക്ടറിന്റെ ബ്രില്യൻസ് ആണത്. തീർച്ചയായിട്ടും വിനീതേട്ടനുള്ള അവസരത്തിൽ നന്ദി പറയണം. തീർച്ചയായിട്ടും ഈ നമ്മുടെ ലെജൻസ് നോക്കുമ്പോൾ ഒടുവിൽ നമ്മൾ എം ജയചന്ദ്രൻ സാറിൽ നിന്ന് ചാടി ദീപക് ദേവിലേക്ക് എത്തുമ്പോൾ ദീപക് ദേവിൽ നിന്ന് ചാടി ഷാൻ റഹ്മാനിലേക്ക് എത്തുന്ന ഒരു സംഗതിയുണ്ട്. ഷാൻ റഹ്മാനാണ് പിന്നെ നമ്മളെ ഒരു വഴിക്ക് നയിക്കുന്ന ഒരാളെന്ന് പറയുന്നത്. അപ്പോൾ ഷാൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ളതിൽ ഇപ്പോൾ ആട് ഭയങ്കര പോപ്പുലറാണ്. ആട് സെക്കൻഡിൽ ഹിഷാം ഒരു പാട്ട് പാടിക്കുന്നത് ആ സോങ് കേൾക്കുമ്പോൾ അത് മൊത്തം ഷാൻ റഹ്മാന്റെ ഒരു മ്യൂസിക്കൽ സാധനമാണ്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഇപ്പൊ ഷാന് തന്നെ ചില പാട്ട് പാടാറുണ്ട്. ഷാനും ഹിഷാമും പാടിയാൽ ഒരേപോലെയാണ് എന്ന് വെച്ചാൽ
അത് അതേപോലെ തന്നെ ഹിഷാമിന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഷാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് ആ സോങ് കണ്ട് പോകുന്നത്. ഇത് ഷാൻ പാടിയാലും ഓക്കെ ആണ്, പക്ഷേ അത് ഹിഷാമിനെ കൊണ്ട് പാടിക്കുന്ന ഒരു ബുദ്ധിയാണ്, ബ്രില്യൻസ് ആണ്. ഹിഷാമിൻ്റെ വോയിസിനെ ഉപയോഗിക്കുക എന്നുള്ളത് അത് ആ മനുഷ്യൻ പലതും ചെയ്തിട്ടുണ്ട്. മിക്കവാറും സോങ്സിലൊക്കെ ഷാൻ്റെ ഒരു ഇത് കിടപ്പുണ്ട്. ഷാൻ എന്താണെന്നുള്ളത് ആ വോയിസിൽ, അത് വിനീത് പാടിയാലും ഷാൻ്റെ ഒരു ഐഡന്റിറ്റി അതിനകത്ത് കിടപ്പുണ്ട്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് ഷാൻ പിടിച്ചോളും. ഷാന്റെ മ്യൂസിക് ആയിട്ട് അത് മാറ്റുന്നുണ്ട്. ഹിഷാമിന്റെ സോങ് കേൾക്കുമ്പോഴും അതിൽ ആടിൽ 2 സോങ് കേൾക്കുമ്പോഴും അത് ഷാന്റെ മ്യൂസിക് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. നന്നായിട്ട് ഹിഷാമിനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഒരു തീ പോലെ അങ്ങനെയാണ് ആ സോങ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മ്യൂസിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈ പറഞ്ഞ പോലെ ഷാനിക്കാനും ഭയങ്കര പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ചാക്കോ ബോബനും മഞ്ജു വാര്യർ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, വേട്ട എന്നാണ്. അതിലൊരു പാട്ടുണ്ട്, അതില് ഇല്ല അതില് കോറസ് ഞാനാ പാടിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, ഒരു ഫീമെയിൽ ഓറിയന്റഡ് സോങ് ഉണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിംഗ് കോറസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലും നമ്മൾ ഡിസ്കസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പം ഷാനിക്കാന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് ആണ് ആക്ച്വലി ആ പാട്ടിൽ റിഫ്ലക്റ്റ് ആവുക. ഇപ്പൊ എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫ് എന്ന് പറഞ്ഞ സിനിമയില് പുൽക്കോടിയിൽ തൂമണി തൂ ആ പാട്ട് ശരിക്കും പാടുന്ന സമയത്ത് പുൽക്കോടിയിൽ തൂമണി 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 പോൽ നിൻ ചിരി എൻ ചിരി വിണലിയാതെ മാഞ്ഞൊഴിയാതെ നീ മറയാതെ എഴുതിയും മരുഭൂവിൽ അനനെ കുളിരായ കിനാവേ തേനേ നേനേ തൂമഞ്ഞമായല്ലേ പാഴ്മണ്ണിൽ വീഴല്ലേ ആകാശം കാണല്ലേ ആരോടും മിണ്ടല്ലേ. ഇങ്ങനെയാണ് ആ പാട്ട്. ഈ സോങ് ഷാനിക്ക തരുന്ന സമയത്ത് ജസ്റ്റ് ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ടാണ് ഈ പാട്ട് പാടുന്നത്. പക്ഷെ ഈ പാട്ട് പിന്നീട് ഇത് ജനങ്ങൾ സ്വീകരിക്കുന്നു. ഇപ്പോഴും ഈ ആൾക്കാർ റീൽസിൽ എല്ലാവരും ഈ സോങ് യൂസ് ചെയ്യുന്ന കാണുന്ന സമയത്തൊരു ഒരു മോമെന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഷാനിക്കാന്റെ എക്സൈറ്റ്മെന്റ് നമ്മൾ പാടുന്ന സമയത്ത് ഷാനിക്ക എക്സേർട്ട് ചെയ്യുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു, അവിടെയാണ് ആ ഈ മ്യൂസിക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ഈ സോങ് ആ സിനിമയുടെ ഡയറക്ടറിന് ഇഷ്ടപ്പെടും എന്നുള്ള. നേരത്തെ നമ്മൾ സംസാരിച്ചു, നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഷുവർ ഡയറക്ടറിന് ഇത് ഇഷ്ടമാവോ ഇല്ലയോ എന്നുള്ള. നമ്മൾ എക്സൈറ്റഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്ടറിന് അത് ഓക്കെ ആയിരിക്കും, അത് ആ സിനിമയിൽ ഓക്കെ ആയിരിക്കും. ആ എക്സൈറ്റ്മെന്റിലേക്ക് എത്താനുള്ള പ്രയത്നമാണ് ഏറ്റവും ഒരു ഡിഫിക്കൽട്ട് ഫേസ് ആണ്. ചില നേരത്ത് നമ്മൾ ഒരുപാട് സോങ്സ് ചെയ്തിട്ട് നമ്മൾ വല്ലാണ്ട് ടയർഡാവും. പിന്നെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എക്സൈറ്റഡ് ആവും, നമ്മുടെ സോങ് ഓക്കെ ഇത് മതി, ഈ സോങ് മതി, എന്നാൽ അത് ഡയറക്ടറിനും വർക്കാവില്ല. അപ്പൊ അത് എപ്പോഴും അങ്ങനെയാണത് വരിക.